പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, ഈ ഒരു സമയത്തിനായിട്ട് നന്ദി പറയുന്നു. ഈ ഒരു മകള് വളരെയധികം ദുഃഖവും വേദനയും പരിത്യജിക്കപ്പെടലും ഹൃദയഭാരവും തകർന്നിരിക്കുന്ന അവസ്ഥയുമുള്ള ഈ ഒരു മകളെ, ഇങ്ങനെയാണ് ഞാൻ ഈ മകളെ കാണുന്നത്, ഇങ്ങനെയാണ് അങ്ങ് എന്നെ കാണിച്ചു തരുന്ന ഈ മകളെ. ഈ ഒരു അവസ്ഥ പറയുകയാണെങ്കിൽ ഇങ്ങനെയാണോ? ഇങ്ങനെയാണല്ലോ അല്ലേ? അപ്പോൾ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ഈ കൗൺസിലിങ്ങിൽ ഇരിക്കുന്നത് ഈ മകളുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടാകാൻ വേണ്ടിയാണ്. കർത്താവേ, അങ്ങിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് നല്ല പ്രാർത്ഥനയുടെ അരൂപിൽ ജീവിക്കുന്ന ഒരു മകളാണ്. പക്ഷേ ക്വസ്റ്റ്യൻ മാർക്ക് എല്ലാവരും ചോദിക്കുന്ന കണക്ക് ഒരു കാര്യമുണ്ട്: എങ്ങനെ ഇത് സംഭവിച്ചു, എന്തിനിങ്ങനെ സംഭവിച്ചു? ഈ രണ്ട് ചോദ്യങ്ങൾ നിങ്ങളുടെ മുൻപിലുണ്ട്. ശരിയാണോ? വേറൊരു കാര്യം, എനിക്ക് പ്രാർത്ഥിക്കാൻ നോക്കിയിട്ട് ദൈവം മെസ്സേജുകൾ തന്നുകൊണ്ടേയിരിക്കുകയാണ്. അത് ഞാൻ പറയാം. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ഇരിക്കുന്ന സമയം അങ്ങ് ഈ മകൾക്ക് വേണ്ടിയുള്ള പരിഹാരങ്ങൾ പറഞ്ഞു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കഷ്ടത അനുഭവിക്കുന്നവർക്ക് ഞാൻ സമീപസ്ഥനാണ്. അങ്ങയുടെ സാമീപ്യം ഞങ്ങൾ അറിയുന്നുണ്ട് കർത്താവേ. എന്നിരുന്നാലും ഇത് എപ്പോഴും സഹിച്ചുകൊണ്ടിരിക്കാൻ അങ്ങും ആഗ്രഹിക്കുന്നില്ല. അങ്ങയുടെ വചനം പറയുന്നത് ഞാൻ വന്നിരിക്കുന്ന ജീവൻ തരാനും അത് സമൃദ്ധിയായിട്ട് തരാനുമാണ്. കർത്താവേ, ഇവർക്കെല്ലാത്തിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ട് ഇങ്ങനെ നീങ്ങിക്കൊണ്ട് പോയൊരു സമയത്താണ് പൈശാചിക ശക്തി ഇവരെ അറ്റാക്ക് ചെയ്തത്. അങ്ങനെ പറയാൻ പറ്റുമോ? പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ടായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ജീവിതം. ഇങ്ങനത്തെ പ്രശ്നമില്ല. ഞങ്ങൾ വഴക്കുകൾ ഉണ്ടായിരുന്നെങ്കിലും അതൊരു ദിവസമായി പിറ്റേ ദിവസം അത് സോൾവ് ആകും. അതെല്ലാ കുടുംബത്തിലും ഉണ്ട്. അതെല്ലാ കുടുംബത്തിലും ഉണ്ട്. ഭാര്യ ഭർത്ത ബന്ധത്തിലെല്ലാം. അല്ലാതെ ഈ ഒരു രീതിയിൽ ലൈഫ് ഇങ്ങനെ ടേൺ അറൗണ്ട് ആകുമെന്ന് സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല. ഓക്കെ, അപ്പൊ അതങ്ങനെ ഇരിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ഈ മകളുടെ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാക്കുന്നു ഞാൻ പരിപൂർണമായിട്ടും വിശ്വസിക്കുന്നു. കാരണം അങ്ങാണ് വാഗ്ദാനം ചെയ്തത്, അതിലധികം ആൾക്കാർ എൻ്റെ നാമത്തിൽ എവിടെ ചേർന്നാലും ഞാൻ അവിടെ ഉണ്ടെന്ന്. അതുകൊണ്ട് അങ്ങ് ഇവിടെ ഇരിക്കുമ്പോൾ ഞങ്ങൾ അങ്ങയോട് സംസാരിക്കുന്നു. അങ്ങയുടെ വചനങ്ങളും അങ്ങയുടെ മുന്നറിയിപ്പുകളും അങ്ങയുടെ വാണിങ്ങും അതുപോലെ തന്നെ അങ്ങയുടെ മെസ്സേജുകളും ഞങ്ങൾ ശ്രവിക്കുന്നു. ഈ മകളും പ്രാർത്ഥനയിൽ ഉള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് എനിക്കും പ്രാർത്ഥിക്കാനായിട്ട് താല്പര്യമുണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ ഒരു 2-3 പ്രശ്നങ്ങൾ ഇപ്പോൾ കർത്താവ് എനിക്ക് കാണിച്ചു തരുന്നു. ഒരു മിനിറ്റ് മുന്നേ ഞാൻ ബാത്റൂമിലൊക്കെ പോയി തയ്യാറായി കൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു സന്ദേശം തന്നത്, കാരണം നമ്മൾ എത്ര നേരം ഇരിക്കും എന്നറിയില്ലല്ലോ. സന്ദേശം തന്ന നിങ്ങളുടെ മെയിനായിട്ട് നിങ്ങളുടെ ഹൃദയത്തെ, ഉറക്കത്തെ വരെ, ജോലിക്ക് പോകുന്നുണ്ട്, വരുന്നുണ്ട്, ഉറങ്ങാൻ ആഗ്രഹമുണ്ട്, ക്ഷീണമുണ്ട്, പക്ഷേ അതിനെപ്പോലും അലട്ടുന്നത് നിങ്ങളുടെ ഫ്രണ്ടുമായിട്ട് ഇയാൾ എന്തെങ്കിലും സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ ഒരു കാര്യം എനിക്ക് കിട്ടിയത്. ശരിയാണോ? അത് നിങ്ങളെ ഒത്തിരി അലട്ടുന്നുണ്ട് അല്ലേ? അത് നോർമലാണ്. കാരണം ഞാൻ കുറ്റമൊന്നും പറയുന്നില്ല. നിങ്ങൾ അയാളുടെ ഭാര്യയാണ്. അയാൾ പോയി വേറൊരു കുടുംബത്തിൽ പോയി ജീവിച്ചു കഴിഞ്ഞാൽ അത് ഏതൊരാൾക്കും ഈ ഒരു ചിന്തയുണ്ടാകും. അപ്പം കാരണം നിങ്ങൾക്ക് അയാളുടെ സെക്ഷൽ പ്രോഗ്രസ് അറിയാം, എങ്ങനെയാണ് അയാൾ ഈ ഒരു കാര്യത്തിൽ താല്പര്യമുള്ളത്, എല്ലാ കാര്യങ്ങളും അറിയാം. നിങ്ങളോടുള്ള രീതി വെച്ചിട്ട് അതേമാതിരിയാണോ നിങ്ങളുടെ ഫ്രണ്ടിനോടും അയാൾ പെരുമാറുന്നത്? അതിനുള്ള ഓപ്ഷൻസ് അവിടെ ഉണ്ടല്ലോ. കാരണം മാതാപിതാക്കൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ താമസിക്കുമ്പം അങ്ങനെയുള്ള ഒരു ചാൻസ് അവർക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അതാണ് നിങ്ങൾ ഏറ്റവും അധികം കാർന്ന് തിന്നുന്ന ഒരു ക്യാൻസർ ഹൃദയത്തിന് അല്ലെ മൈൻഡിന്, ചിന്തകൾക്ക് പിടിച്ചത് കണക്കാണ് എനിക്കിപ്പോൾ കർത്താവ് കാണിച്ചു തരുന്നത്. അത് അഗ്രി ചെയ്യാൻ പറ്റുന്നുണ്ടോ? ശരിയാണ്. നമുക്ക് ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു കാര്യം എനിക്കിപ്പോൾ കർത്താവ് ഇങ്ങനെ ഈ കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെന്റ് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ അന്വേഷിക്കാം, നിങ്ങൾക്ക് തിരക്കാം. പക്ഷേ യു ക്യാൻ ഫീൽ ഇറ്റ്. പക്ഷേ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം നിങ്ങളെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട്. പിന്നെ ഒരു വൈരാഗ്യ ബുദ്ധിയുള്ള ഒരു മനുഷ്യനായിട്ടാണ്, അതായത് റിറ്റാലിയേറ്ററി നേച്ചർ അയാൾക്കുണ്ട്. ഒന്ന് പറഞ്ഞാൽ അതിന് തിരിച്ചടി കൊടുത്തിരിക്കണമെന്നുള്ളൊരു ചിന്തയാണ്. അങ്ങനെയാണല്ലോ അല്ലേ? അപ്പൊ ഇപ്പൊ അതാണ് നിങ്ങളെ ഒരു പാഠം പഠിപ്പിക്കണമെന്നാണ്. പക്ഷെ അയാൾ തന്നെയാണ് ഈ പാഠം പഠിക്കാൻ പോകുന്നത്. ഇടയ്ക്ക് കിടക്കുന്ന കുഞ്ഞുങ്ങളും നിങ്ങളും എല്ലാം ആണ് നരകിക്കാൻ പോകുന്നത് എന്നുള്ള ആ ഒരു ചിന്തയല്ല ഇയാളെ ഇപ്പൊ റൂള് ചെയ്യുന്നത്. ആ പ്രതികാര ചിന്തയാണ്. ഇവൾ എന്നോട് അങ്ങനെ പറഞ്ഞു, ഞാൻ ഇവളോട് ഞാൻ പറഞ്ഞതാണ്, എനിക്ക് നിന്റെ കൂട്ടുകാരി മറ്റേ സ്ത്രീയും നിങ്ങളോട് പറഞ്ഞല്ലോ, നിങ്ങളുടെ കൂട്ടുകാരിയും പറഞ്ഞല്ലോ, അവൻ എൻ്റെ കൂട്ടുകാരൻ മാത്രമാണെന്ന്. പക്ഷെ
അങ്ങനെ പറഞ്ഞു ഞങ്ങൾ വേറൊരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഇല്ല. അങ്ങനെ പറഞ്ഞെങ്കിൽ ഇപ്പം നിങ്ങൾ ഒരു കുടുംബമല്ല മകളെ നിങ്ങൾ വേർപെട്ട് പോയിരിക്കുന്നത്. നിങ്ങൾ 2 കുടുംബങ്ങളാണ്. അതിൽ 4 കുടുംബങ്ങളാന്ന് പറയാം. അതെന്താന്ന് ചോദിച്ചാൽ ഇപ്പം നിങ്ങളുടെ മക്കളെ നോക്കുന്ന ഉത്തരവാദിത്വം അവരുടെ അമ്മയപ്പനും ഏറ്റെടുത്തിരിക്കുന്നു. നിങ്ങളും പേരൻസും അത് ഏറ്റെടുത്തിരിക്കുന്നു. അപ്പോൾ കുടുംബം ഒന്നല്ല തകർന്നിരിക്കുന്നത്. ഈ ഒരു കാരണം 4 കുടുംബങ്ങളാണ് ശരിക്കും ഇതിൻ്റെ എല്ലാം ഒരു ആഫ്റ്റർമാത്ത് അറിയുന്നത്, അനുഭവിക്കുന്നത്. ശരിയല്ലേ? അതെ. ഉം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് എല്ലാം ഒരു ഈസിഗോ ലക്കി എന്നുള്ള ഒരു ജീവിത രീതിയായിരുന്നു നിങ്ങൾക്ക്. എല്ലാം പൈസ സമ്പാദിക്കുന്നു, ജീവിക്കുന്നു, മക്കൾക്കാണേലും ഒരു ഇത് ഇല്ലാണ്ട് ചെലവാക്കുന്നു. ആർക്കെങ്കിലും ദാനധർമ്മം ചെയ്യണമെന്ന് പറഞ്ഞാലും അത് ചെയ്യും. മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു ഇതുമുണ്ട്. വല്ലവർക്കും കൊടുത്താലും അതിനെക്കുറിച്ച് ചിന്തിക്കുകയില്ല. അങ്ങനെ ഒരു നേച്ചറായിരുന്നു പേഴ്സണലി നിങ്ങളുടേത്. അങ്ങനെ പറയാൻ പറ്റുമോ? അതെ അതെ അതെ. ആണല്ലോ. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഞാൻ പറയുന്നതിനല്ല എസ് പറഞ്ഞതില്ല. ആണെങ്കിൽ പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ എന്നെ നെഗേറ്റ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനല്ല ഇത് പറയുന്നത് എന്നുള്ള ബോധ്യത്തിലാണ് ഞാൻ നിങ്ങളെ അറിയിക്കുന്നത്. ഓക്കെ. ഹല്ലേ 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 കർത്താവെ കരുണയായിരിക്കണമേ. ഇതിൻ്റെ എല്ലാം അവസാനവും എനിക്ക് കർത്താവ് തരുന്നൊരു സന്ദേശം, നിങ്ങൾ ആ മനുഷ്യനെ ഇനിയും സ്വീകരിക്കാൻ തയ്യാറാണ്. എങ്ങനെയും തിരിച്ചു വന്നാൽ മതി. എനിക്ക് വേണ്ടി മാത്രമല്ല എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തെ എനിക്ക് വേണം എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു ചിന്ത. അങ്ങനെയാണോ? ഹല്ലേ 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 ഹല്ലേ. വയറിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? ഇങ്ങനെ നിങ്ങൾക്ക് വയറിൽ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പം കോൺസ്റ്റിപ്പേഷനോ അങ്ങനെയുള്ള വയറുകൾക്കോ അങ്ങനെയൊന്നും അല്ല. നിങ്ങൾക്ക് ഇഷ്യൂ ആയിട്ട് ഞാൻ കാണുന്നത് ഈ ചില ഭാവിയിൽ എന്താകും, അപ്പം അല്ലെ നാളെ കഴിഞ്ഞ് എന്താകും, അല്ലെ എനിക്ക് ജോലി ചെയ്യാൻ പാടില്ലാത്ത സമയത്ത് എന്താകും, വിവാഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഴുകാല ജീവിതത്തിൽ മരണം വരെ ഒരാൾ പിരിയുന്നവരെയുള്ള തീരുമാനങ്ങളും അടുപ്പവും ഒക്കെ ആണല്ലോ. നിങ്ങൾക്ക് അതിനെ അങ്ങനെ ഒരു ഫ്യൂച്ചറിനെ കുറിച്ച് പിന്നെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഇതിപ്പോൾ ചെറിയതാണ്, അപ്പം അതുങ്ങൾക്ക് വലിയ ചിലവില്ല. പക്ഷെ ഇപ്പോൾ കർത്താവ് എനിക്ക് 2 പേരാണ് ആദ്യമായിട്ട് കാണിച്ചു തന്നത്. നിങ്ങളെ സപ്പോർട്ട് ചെയ്താണോന്നൊന്നും എനിക്കറിയത്തില്ല. ആദ്യം എനിക്ക് കിട്ടിയത് അനീസ എന്നായിരുന്നു. അപ്പം ഞാൻ വിചാരിക്കുന്ന മുസ്ലിങ്ങളായിരിക്കുമല്ലോ, ഇങ്ങനെ ഇനി ഇവളുടെ കൂടെ എങ്ങാനും പഠിച്ചതാണോ. അപ്പോൾ രണ്ടാമത് എനിക്ക് അനീഷ് എന്ന് കറക്റ്റായിട്ട് ദൈവം പേര് തന്നു. അപ്പോൾ അനീഷ് എന്ന് പറയുന്നത് നിങ്ങൾ നേരത്തെ താമസിച്ചുകൊണ്ടിരുന്ന അവിടുത്തെ ആളാണ്, ജീസസ് യൂത്തിലെ ആളാണ്. നിങ്ങളെ ഫിസിക്കലി മെൻ്റലി ഇമോഷണലി സപ്പോർട്ട് ചെയ്ത ആളാണ് അല്ലേ? നിങ്ങളെ 2 പേരെയും കൂടെ ഇരുത്തി കൗൺസിലിംഗ് ചെയ്തിരുന്നു അയാൾ? ഞങ്ങളോട് 2 പേരോടും സംസാരിച്ചു. പക്ഷേ ഹസ്ബൻഡ് ഒട്ടും കൺവിൻസ്ഡ് അല്ലായിരുന്നു. സംസാരിക്കാൻ പറയുന്നത് അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഇല്ല, എനിക്ക് എന്റെ വൈഫായിട്ടും ഫ്രണ്ടായിട്ടും കാണാം. അപ്പൊ അതെല്ലാം എന്നാ പറയാ ഡിനൈ ചെയ്തു. പിന്നീടാണ് പിന്നെ ആര് പറഞ്ഞാലും കേക്ക് ചെയ്യാത്ത ഇതായി. പിന്നെ ഞാൻ ചെറിയ കുഞ്ഞിനിപ്പോ 1 മാസമൊക്കെ പ്രായമുള്ളൂ. അപ്പം കാരണം വൈഫും ഒക്കെ വന്നാണ് എന്നെ ഒത്തിരി പ്രയർ സപ്പോർട്ട് തന്നു. അവരുടെ വീട്ടിൽ കൂട്ടിക്കൊണ്ട് പോകുമായിരുന്നു. കാരണം ഞാൻ പിള്ളേരുമായിട്ട് ഒറ്റപ്പെട്ടായിരുന്നു ജീവിക്കുന്നത്. അങ്ങനെ ഒത്തിരി കോളേജ് സ്റ്റുഡൻസ് പിള്ളേരെയൊക്കെ വിട്ടേനെ ഹെൽപ്പ് ചെയ്യുകയും അങ്ങനെയൊക്കെ ചെയ്തു. അപ്പം ആ അനീഷ് എന്നുള്ള പേര് കർത്താവ് എനിക്ക് കാണിച്ചു തരാം. ഞാൻ പറയട്ടെ, നമ്മുടെ ക്രിസ്ത്യാനികളിൽ ശരിക്കും അനീഷ് എന്നുള്ള പേര് എനിക്ക് തോന്നുന്നു വളരെ, എനിക്ക് അങ്ങനെ ആരെയും തന്നെ അറിയില്ല. ഒരു പാസ്റ്റർ ഉണ്ട്, അയാളുടെ പേര് എപ്പോഴും പറയുന്നതും കാണുന്ന, അയാൾ ലൈവിലൊക്കെ വരുന്നതും കണ്ടിട്ടുണ്ട്. അല്ലാതെ അനീഷ് എന്നുള്ള ഒരു വ്യക്തിനെ പോലെയോ, നമ്മൾ ജോർജ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ പേരുകൾ, സാം, അങ്ങനെയുള്ള ധാരാളം പേരുകളാണല്ലോ നമ്മൾ കേൾക്കുന്നത് അല്ലേ? തോമസ്, ആൻ്റണി, വിൻസെൻ്റ്, ഇങ്ങനെയുള്ള പേരുകളൊക്കെയാണ് നമുക്ക് കൂടുതൽ, ജോർജ്, ഇങ്ങനെയൊക്കെ അല്ലേ കൂടുതൽ. ഈ അനീഷ് എന്നുള്ള പർട്ടിക്കുലർലി ആ ഒരു പേര് തന്നെ എടുത്ത് പറയുമ്പം നിങ്ങളെ വീണ്ടും എൻ്റെ ചോദ്യം, നിങ്ങളെ ഒന്ന് കൺവിൻസ് ചെയ്യിക്കുകയാണ് ദൈവം പറയുന്നത് ഈ വിഷയങ്ങളെല്ലാം നിങ്ങളെ എനിക്ക് സമർപ്പിക്കും, ഞാൻ അതിൽ ഇടപെടും. ഞാൻ പറയട്ടെ, നിങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെടാൻ വന്ന ഒരു അനീഷ് എന്ന് പറയുന്ന ഒരാളിൻ്റെ പേര് വ്യക്തമായിട്ട് 10 പേരുകൾ പറഞ്ഞില്ല, ഒരു പേരാണ് പറഞ്ഞത്. ആയിൽ തുടങ്ങുന്ന ആരെങ്കിലും ഉണ്ടെന്നാണോ ഞാൻ പറഞ്ഞത്? അല്ലല്ലോ. അനീഷ് ആരാണെന്നല്ല ഞാൻ ചോദിച്ചത്. അപ്പൊ അതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞില്ല ആയിൽ വെച്ച് തുടങ്ങുന്ന ആരാണ്ടൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ഒരു കാര്യം. ഒരു സെക്കൻഡ്, ഇതിപ്പോ കുഴപ്പം പിടിക്കും. ഒരു സെക്കൻഡ്, ഞാനിതൊന്ന് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. മേരിച്ചാക്കോ, ഞാൻ കൗൺസിലിങ്ങിലാണ്, പിന്നീട് വിളിക്കാട്ടോ. ഓക്കെ. അതാ കൂടെ കുഴപ്പം പിടിച്ചല്ലോ. അതെ. അപ്പം അതെ, ആരാണ്ട് വിളിക്കുന്നു.
അതവിടെ നിൽക്കട്ടെ. അപ്പം ഞാൻ ചോദിക്കുന്നത്, നിങ്ങളെ കൗൺസിൽ ചെയ്യുകയും നിങ്ങൾക്ക് ഇമോഷണൽ, ഫിസിക്കൽ, മെന്റൽ സപ്പോർട്ട്, അതുപോലെ തന്നെ കുഞ്ഞിനെ നോക്കുന്ന ഇതൊക്കെ ചെയ്ത ഒരു വ്യക്തിയെ ദൈവം കണ്ടെങ്കിൽ നിങ്ങളാണ് അതിന്റെ ഫോക്കൽ പോയിന്റ് അല്ലേ? അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിയെയും നിങ്ങളുടെ പ്രശ്നത്തെ ദൈവം കാണാതിരിക്കുന്നുണ്ടോ എന്നാണ് എനിക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത്. അപ്പോൾ കാണുന്നുണ്ട്. ആ വിശ്വാസം നിങ്ങൾക്കുണ്ടല്ലോ. അപ്പൊ തീർച്ചയായിട്ടും ദൈവം അതിനകത്ത് നിന്ന് എടുത്തു മാറ്റും. പിന്നെ ഈ വയറിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് വന്നത് എന്താണെന്ന് ചോദിച്ചാല്, എന്തെങ്കിലും ഇങ്ങനെ ഈ ഇപ്പം നിങ്ങളുടെ കൂട്ടുകാരിയായിട്ട് നിങ്ങളുടെ ഹസ്ബൻഡ് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് അവിഹിതമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വയറിനകത്ത് ഏതാണ്ട് അഗ്നി ഇട്ട് കൂട്ടി തീ കത്തിക്കുന്ന കണക്ക് ഒരു കത്തിക്കളല്ല. അങ്ങനെ ഉണ്ടാകാറുണ്ടോ? അങ്ങനെ എനിക്ക് കർത്താവ് കാണിച്ചു തരുന്നത്. ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് എന്തോ ബാലൻസ് തെറ്റിപ്പോകുന്ന കണക്ക് എവിടെയെങ്കിലും ഇരിക്കണം തോന്നും. അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഇതാണ്. അതാണ് അങ്ങനെയാണോ ഉള്ളത്? അല്ലേ? അപ്പൊ നമുക്കതെല്ലാം ദൈവത്തിന് നമുക്ക് സമർപ്പിക്കാം. ഈ പറഞ്ഞതല്ലേ, ഇപ്പൊ ഞാനും നിങ്ങളും കൂടെ വർഷങ്ങൾക്ക് മുന്നേ ആണല്ലോ അനീഷ് നിങ്ങളെ സഹായിച്ചത്. അപ്പം ഞാനിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അന്ന് നിങ്ങളെ ദൈവം കണ്ടെങ്കിൽ ഇന്ന് ഈ നിമിഷം കണ്ടോണ്ടിരിക്കുകയാണല്ലോ അല്ലേ? ഞാനിപ്പോ ജോസ്മിന എന്ന് പറയുന്ന ആള് നിങ്ങൾക്ക് വേണ്ടി കൗൺസിലിംഗിൽ ഇരിക്കുന്ന ദൈവം കാണുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ അതിന്റെ കാര്യം, വയറിന്റെ കാര്യം കഴിഞ്ഞു. പിന്നെന്താണ്, ചില സമയത്ത് ഇങ്ങനെ ടെൻഷൻ കൂടിയിട്ട് ഭക്ഷണത്തിനോട് വിരക്തി തോന്നുന്നുണ്ട്. ഭക്ഷണം കഴിക്കാനായിട്ട് ആവശ്യമുണ്ട്, എനിക്ക് കഴിക്കണം, ജോലിക്ക് പോകണം, ഈ ചിന്തകളൊക്കെ ഉണ്ടെങ്കിലും ഉണ്ടാക്കാനും കഴിക്കാനും പറ്റാഴിക, അങ്ങനെയുള്ള ഒരവസ്ഥ ദൈവം കാണിക്കുന്നു. ആദ്യമൊക്കെ അങ്ങനെയായിരുന്നു, ഭക്ഷണം കഴിക്കത്തേ ഇല്ലായിരുന്നു. ഇപ്പം അങ്ങനെ കുഴപ്പമില്ല. ആദ്യ കാലങ്ങളിൽ അങ്ങനെയായിരുന്നു. അത് ശരി. കഴിക്കാൻ ഉണ്ടാക്കി ഇനി വെച്ചാലും വിളമ്പി കഴിക്കാൻ തോന്നത്തില്ലായിരുന്നു. ആ അവസ്ഥയ്ക്കൊക്കെ ദൈവം പരിപൂർണ്ണ മാറ്റം തരുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തെ സൂക്ഷിക്കണം. ചിന്ത വളരെ കാട് കയറി ചിന്തിക്കരുതെന്ന് കർത്താവ് ഒരു കാര്യം പറയുന്നത്. നീ എല്ലാം എന്നിൽ വരമേൽപ്പിക്കുക, ഞാനിതെല്ലാം നേടിക്കൊണ്ടുവന്ന് തരും എന്ന് പറയുന്നു കേട്ടോ. കുഞ്ഞുങ്ങളും നിങ്ങളുമായിട്ട് ഒരു ഫാമിലി ആയിട്ട് ഇപ്പൊ നമ്മൾ ഇത്രയും സംസാരിച്ചെന്ന് ദൈവം നിങ്ങളുടെ കാര്യത്തിൽ അതീവ താല്പര്യം കാണിക്കുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഉണ്ട്. ഇത് ദൈവം തീർച്ചയായിട്ടും നടത്തി തരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? വിശ്വസിക്കുന്നല്ലേ? എന്നാ ഒരു കാര്യം ചെയ്യാം. നിങ്ങൾ എങ്ങനെയാ, അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നോ? ലവ് മാരേജ് ആയിരുന്നു. അപ്പൊ കുടുംബക്കാര് രണ്ടുപേരും സമ്മതിച്ചായിരുന്നോ? സമ്മതിച്ചായിരുന്നു. അപ്പൊ അയാൾക്ക് ജോലി ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളായിരുന്നു, നിങ്ങൾക്ക് ജോലി ഉണ്ടായിരുന്നു, മറ്റവർക്കും കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പൊ അങ്ങനെ ജോലി ഇല്ലായിരുന്നു, പക്ഷെ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിരുന്നു ഫാമിലി. അപ്പൊ അങ്ങനെ നിൽക്കട്ടെ. അയാളുടേതും നിങ്ങളുടേതും അല്ലേ? അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം. നമ്മൾ ചെറിയൊരു ശുശ്രൂഷയാണ് ഇത്, രണ്ടുപേര് ചേർന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷെ ഇപ്പം നിങ്ങൾ ഭാര്യയും ഭർത്താവും ഇല്ലാത്തത് കൊണ്ടും ഇപ്പം ദൂരെ ആയിരിക്കുന്നതുകൊണ്ടും അയാളെ കിട്ടാൻ മാർഗം ഇല്ലാത്തതുകൊണ്ടും ഞാൻ ആ ശുശ്രൂഷ അങ്ങ് ഏറ്റെടുത്താണ്. ബൈബിള് നിങ്ങളുടെ അടുത്തുണ്ടല്ലോ അല്ലേ? അപ്പൊ നിങ്ങൾ അവിടെ വെച്ചാൽ നമുക്ക് ദൈവത്തോടെ ആലോചന ചോദിക്കാം. ഓക്കെ. ഹല്ലേലൂയ കർത്താവേ, കരുണയുടെ ഈശോയെ, കടന്നു വരണമേ കരുണയുടെ ഈശോ. അങ്ങ് എന്നെ ഈ ഒരു ശുശ്രൂഷയ്ക്കായിട്ട് തടഞ്ഞെടുത്തെങ്കിൽ എൻ്റെ അരികെ പ്രാർത്ഥിക്കാനായിട്ട് അങ്ങ് അയക്കുന്ന ആൾക്കാരാണ് എൻ്റെ അരികെ വരുന്നത്. ഞാനായിട്ട് ഈ കേരളത്തിലെ ഒരു മനുഷ്യനെ അറിയില്ല എന്നുള്ള അങ്ങേക്ക് അറിയാമല്ലോ കർത്താവേ. ഹല്ലേലൂയ. അതുകൊണ്ട് അങ്ങ് തന്നെയാണ് എന്നെ തിരഞ്ഞെടുത്ത് ഈ മകളുടെ വിടുതലിനായിട്ട് ഉപയോഗിക്കാൻ പോകുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്ന കർത്താവേ. നമ്മൾ കുറച്ച് സമയം ഇതെടുക്കും. അപ്പം നിങ്ങൾ പ്രാർത്ഥനയുടെ അരൂപിയിലിരിക്കാൻ എന്ന് കണ്ണടച്ചിരിക്കണേ. അപ്പം ദർശനങ്ങൾ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എന്നോടത് പറയണം കേട്ടോ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ബൈബിളിൻ്റെ പുറത്തോട്ട് നിങ്ങൾ കൈകൾ വെച്ചു. കാരണം ഈ ബൈബിള് ജീവിക്കുന്ന വചനമാണ്. ആ വചനം നമ്മൾക്ക് അറിയാമല്ലോ. നിങ്ങൾക്ക് ബൈബിള് നന്നായിട്ട് അറിയാം. അപ്പം എനിക്ക് മനസ്സിലാകും, ഇരുതല വാളിനേക്കാളും മൂർച്ചയുള്ളതാണ്. അത് ചെന്ന് എവിടെ വേണേലും കട്ട് ചെയ്യാനുള്ളതിനെ കട്ട് ചെയ്ത് കളയും, കൂട്ടി യോജിപ്പിക്കാനുള്ള കൂട്ടി യോജിപ്പിക്കാൻ കഴിയും, വെട്ടി മാറ്റപ്പെടേണ്ടതിനെ വെട്ടി മാറ്റപ്പെടുത്താൻ കഴിയും അതിന്. ഓക്കെ. അതൊരു വചനം. നിങ്ങൾ ബൈബിളിലോട്ട് കൈവെക്കാം. ഞാനൊരു ചെറിയൊരു രീതിയിൽ ഒരു ഇതാണ് ഇപ്പോൾ ചെയ്യാൻ പോണത്, ഒരു ശുശ്രൂഷയാണ്. അത് ഞാൻ കുറേ വർഷങ്ങളായി ചെയ്തിട്ട്, പേഴ്സൺ എൻ്റെ മുന്നിൽ ഫേസ് ടു ഫേസ് ഇരുന്ന് ചെയ്തിട്ടേ ഉള്ളൂ. എനിക്ക് തോന്നുന്നൊരു 10-25 വർഷം മുന്നേ, 20 വർഷം മുന്നേ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞാൽ പിന്നെ ചെയ്തിട്ടില്ല. എന്നാൽ ആദ്യമായിട്ട് ചെയ്യാൻ ദൈവം പ്രേരിപ്പിക്കുന്നു, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു എന്നുള്ളതാണ്. ഈശ്വരനെ ഈശ്വരനെ നമുക്ക് ചെയ്യേണ്ടത്, നിങ്ങൾ ആദ്യം
എന്നോടൊന്നും പറയണ്ട. നിങ്ങൾ അത് മനസ്സിൽ കൂടെ ചിന്തിച്ചുകൊണ്ട് പോയാൽ മതി കേട്ടോ. കഥ കേൾക്കാനുള്ള സമയം നമുക്കിപ്പോൾ ഇല്ല. നിങ്ങൾ ആദ്യം ഈ വ്യക്തിയെ കണ്ട സമയത്ത് നിങ്ങളുടെ എല്ലാം ഓർമ്മയിലുണ്ടാവുമല്ലോ അല്ലേ? ആ സമയത്ത് നിങ്ങൾ ചിന്തിക്കുക, ആ സമയത്ത് ദൈവത്തിന് സമർപ്പിക്കുക. ആ മനുഷ്യനെ ആദ്യമായിട്ട് കണ്ടപ്പോൾ തീർച്ചയായിട്ടും അയാളെ വിവാഹത്തിലോട്ട് എത്തപ്പെടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സമയത്ത് തന്നെ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ, ഒരു മെൻ്റൽ അട്രാക്ഷൻ അദ്ദേഹത്തോട് തോന്നിയിരിക്കാം. കറക്റ്റ് അല്ലേ? ആ സമയത്ത് ദൈവത്തിന് സമർപ്പിക്കുക. പിന്നെ നിങ്ങൾ ഒരു കോർട്ട്ഷിപ്പ് നടത്തിയിട്ടുണ്ടാകും, വർത്തമാനം പറയുകയോ ഫോൺ വിളിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് നാളൊരു സ്നേഹത്തിൻ്റെ ആ ഒരു നമ്മുടെ എല്ലാ ആൾക്കാരും ചെയ്യുന്ന കണക്കൊരു ലവ് അഫെയർ ആയിരിക്കുന്ന ആ സമയത്തെ ദൈവത്തിന് സമർപ്പിക്കുക. അല്ലേ 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 നിങ്ങൾ ഈ വിവാഹത്തിന് മുൻപ് സെക്ഷൽ അഫെയർസിൽ ഏർപ്പെട്ടിരുന്നോ? ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആ സമയത്ത് ദൈവത്തിന് സമർപ്പിക്കുക. അല്ല, ഒരു 7 വർഷത്തെ ഒരു നമ്പർ കർത്താവ് തരുന്നു. 7 എന്താണത്? 7 വർഷം കഴിഞ്ഞു ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട്. നിങ്ങളുടെ ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് 7 വർഷമായി അല്ലേ? കറക്റ്റ്. 7 വർഷം കഴിഞ്ഞു, അതാണ് പറയുന്നത്. അല്ലേ 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 അല്ല. നിങ്ങൾ കണ്ട് പരിചയപ്പെട്ടിട്ട് എത്ര നാൾ കഴിഞ്ഞ വിവാഹം കഴിഞ്ഞു? 2 കൊല്ലം കഴിഞ്ഞിട്ട്. 2 കൊല്ലം കഴിഞ്ഞിട്ട്. അല്ലേ അല്ലേ. അപ്പം നിങ്ങൾ ഇപ്പോൾ 9.5 ഏകദേശം 10 വർഷത്തോളം പരിചയമുണ്ട് അല്ലേ? അത് ദൈവത്തിന് സമർപ്പിക്കുക. ഈ കഴിഞ്ഞ 7 വർഷത്തെയും, അതായത് മൊത്തം 50 വർഷം 9 വർഷത്തെയും ദൈവത്തിന് സമർപ്പിക്കുക. നിങ്ങൾ പരസ്പരം സ്നേഹിച്ച ആ സ്നേഹമാണെന്ന് പരസ്പരം പറഞ്ഞ ആ അവസ്ഥയെ ദൈവത്തിന് സമർപ്പിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ രക്തത്താൽ ഈ മക്കളെ കഴുകണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ട് ഹല്ലേലൂയ ഹല്ലേലൂയ. പരസ്പരം പ്രൊപ്പോസ് ചെയ്ത ആ സമയത്ത് ദൈവത്തിന് സമർപ്പിക്കുക. ഇദ്ദേഹത്തെ ഞാൻ എൻ്റെ ഭാര്യയായിട്ട്, ഇവളെ ഞാൻ എൻ്റെ ഇദ്ദേഹത്തെ ഞാൻ എൻ്റെ ഭർത്താവായിട്ട്, ഇവളെ ഞാൻ എൻ്റെ ഭാര്യയായിട്ട് സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് 2 പേരും ഉറച്ചെടുത്ത തീരുമാനത്തിൻ്റെ ആ അവസ്ഥയെ ദൈവത്തിന് സമർപ്പിക്കാൻ. കർത്താവ് അവസ്ഥയിലേക്ക് ഇറങ്ങി ചെല്ലണമേ, അങ്ങയുടെ രക്തം കൊണ്ട് കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. വിവാഹം നടന്ന അവസ്ഥയെ ഓർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ദൈവത്തിന് അത് സമർപ്പിക്കുക. പള്ളി വെച്ചാണോ വിവാഹം നടന്നത്? അതെ അല്ലേ? ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ, ആ പള്ളിയിൽ വെച്ച് അങ്ങയുടെ മുൻപിൽ അങ്ങയിൽ വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് വിവാഹമോചനം ആ വിവാഹം നടന്നത്. അപ്പം ഇങ്ങനെ ഒരു അവസ്ഥയിലോട്ട് എത്തിപ്പെടാൻ അങ്ങേക്ക് തെറ്റ് പറ്റിയിട്ടില്ല ഈശോയെ. ഞങ്ങൾക്ക് എവിടെയോ തെറ്റ് പറ്റിയിട്ടുണ്ട്. ഈ മക്കൾക്ക് 2 പേർക്കും എവിടെയോ തെറ്റ് പറ്റിയിട്ടുണ്ട്. പൈശാചിക ശക്തികൾ ഇവരുടെ വീട്ടിൽ കടന്നുകൂടിയിട്ടുണ്ട്. കർത്താവേ, അമിതമായിട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ഇങ്ങനെ ഒരു ചിന്ത കാണിക്കുന്നു. ഞാൻ അമിതമായിട്ട് എൻ്റെ കൂട്ടുകാരിയെ വിശ്വസിച്ചു, അതിപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഹൃദയവേദനയ്ക്ക് കാരണമായി എന്നൊരു ചിന്ത നിങ്ങളെ ഒത്തിരി. അവളിങ്ങനെ എനിക്ക് എങ്ങനെ ചെയ്യും? അത്രയ്ക്ക് ഫ്രണ്ടായിരുന്നല്ലോ, പിന്നെ എങ്ങനെ എന്നോട് ഇങ്ങനെ ചെയ്യാൻ കഴിയും? അവൾക്ക് ഇപ്പോഴും അവളെ ഭർത്താവിനെ പറഞ്ഞ് മനസ്സിലാക്കി എൻ്റെ അടുത്തോട്ട് തിരിച്ചു വിട്ടുകൂടെ? ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നിങ്ങളുടെ ഹൃദയത്തിൽ കൂടെ കടന്നു പോകുന്നതായിട്ട് കർത്താവിനെ വെളിപ്പെടുത്തി തരുന്നുള്ളതാണോ? ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആ സമയത്തെ വിവാഹ സമയത്തെ അങ്ങേരെ അടുത്ത് നിങ്ങൾ കാണുക. അടുത്ത് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ നിങ്ങളുടെ അടുത്തുള്ളതായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. വിവാഹം പള്ളി വെച്ച് നടന്നതും അതിനുശേഷം നടന്ന കർമ്മങ്ങളും എല്ലാം. കർത്താവെ, അങ്ങയുടെ തിരുരക്തത്തെ ഞാൻ ഇവരുടെ മേളിലേക്ക് ഇപ്പോൾ തളിക്കുന്നു. കർത്താവെ, അങ്ങയുടെ ചങ്കിൽ നിന്നിറങ്ങിയ ആ തിരുരക്തവും തിരുജലവും ഈ മക്കളുടെ തലയിലേക്ക്, ആത്മാവിലേക്ക്, ഹൃദയത്തിലോട്ട്, ചിന്തകളിലോട്ട്, പ്രവർത്തനങ്ങളിലോട്ട് ഇപ്പോൾ കടന്നു വീഴ്ത്തുമാറാകട്ടെ. ഹല്ലേലൂയ. എന്തെങ്കിലും ദർശനം കാണുന്നുണ്ടോ? കർത്താവേ, ഈ മകൾക്ക് ഭാവിയിൽ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം ഈ മകളോട് ദർശനത്തിൽ കാണിച്ചു കൊടുക്കണമേ. ദർശനത്തിൻ്റെ അരൂപിയെ കടന്നു വരണമേ. പരിശുദ്ധാത്മാവിൻ്റെ അരൂപിയെ കടന്നു വരണമേ. ത്രിയേക ദൈവമേ കടന്നു വരണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ, കരുണയായിരിക്കണമേ. ജീസസ് 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 ജീസസ്. അവരുടെ ജീവിതത്തിൽ കല്യാണം കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങളോട് എന്താണ്ട് ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരു പെരുമാറ്റം, വർത്താനം അങ്ങനെ ഏതാണ്ട് ഉണ്ടായിരുന്നായിട്ട് കാണിക്കുന്നു. അങ്ങനെ ഇല്ലേ? എന്തെങ്കിലും സംസാരങ്ങളോ കാര്യങ്ങളോ നിങ്ങളോട് ചോദിച്ചായിട്ട് ഒരു 7 മാസം കഴിഞ്ഞപ്പോൾ ഒരു സംഭവമാണ്. എന്താണെന്നറിയത്തില്ല. അങ്ങനെ ഓർക്കുന്നില്ലേ? ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ,
ഈ മക്കളെ രണ്ടുപേരെയും നിങ്ങൾ ആ മനുഷ്യൻ്റെ കൈ നിങ്ങളുടെ ആത്മാവിൽ ചിന്തിച്ചുകൊണ്ട് അയാളുടെ രണ്ട് കൈയിലും പിടിച്ച് അയാളുടെ മുഖത്തോട്ട് നോക്കുക. പേര് എന്നോട് പറയണ്ട, അയാളുടെ പേര് ഇതുവരെ ഞാൻ ചോദിച്ചിട്ടുമില്ല. അപ്പം നിങ്ങൾ ആ മനുഷ്യനെ എങ്ങനെയാണ് വിളിച്ചിരുന്നതെന്ന് വെച്ചാൽ അങ്ങനെ വിളിക്കുക. പേരാണോ ചേട്ടനാണോ അച്ചാച്ചനാണോ എന്താണെന്ന് വെച്ചാൽ വിളിച്ചിട്ട് പറയാം, ഞാൻ നിങ്ങളെ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ നിങ്ങളെ എൻ്റെ ഭർത്താവായി ഇപ്പോൾ സ്വീകരിക്കുന്നു. മനസ്സിൽ പറഞ്ഞാൽ മതി, നിങ്ങൾ എൻ്റെ ഭർത്താവ് തന്നെയാണ്, പക്ഷേ എൻ്റെ ജീവിതത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും നിങ്ങൾ ഇറങ്ങി മാറിപ്പോയിരിക്കുന്നു. എങ്കിലും എൻ്റെ മനസ്സിലും ചിന്തയിലും പ്രവൃത്തിയിലും എല്ലാം നിങ്ങൾ നമ്മുടെ കുടുംബത്തിൻ്റെ നാഥനാണ്, നമ്മുടെ കുഞ്ഞുങ്ങളാണുള്ളത്. എൻ്റെ ഹൃദയത്തിൽ നിന്ന് നിങ്ങളെ ദൈവനാമത്തിൽ ഒരിക്കലും ഇറക്കി വിടാൻ പറ്റുകയില്ല എന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ എങ്ങനെയാണ് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് പറയുക, കർത്താവിൻ്റെ രക്തത്തിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ തിരിച്ചു വരിക. ഞാൻ നിങ്ങളെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ തയ്യാറാണ്. കുഞ്ഞുങ്ങളും നമുക്കുമായിട്ട് ഒരു നല്ല ഭാവി ദൈവം വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഒരുമിച്ച് ജീവിച്ച് തീർക്കാം. നമ്മളിൽ ഒരാൾ മാറ്റപ്പെടുന്നത് വരെ നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. ദൈവം നമ്മളെ കൂട്ടിച്ചേർത്തതിൽ ദൈവത്തിന് ഒരു തെറ്റും പറ്റിയിട്ടില്ല. തെറ്റുകൾ മനുഷ്യരായ നമ്മൾക്കാണ് തെറ്റ് പറ്റുന്നത്. ഐ ആം ഗോഡ്, ഐ ആം നോട്ട് ഹ്യൂമൻ ദാറ്റ് ഐ വിൽ മേക്ക് മിസ്റ്റേക്ക്. യഹോവ അതാണ് പറയുന്നത്. ഞാൻ മനുഷ്യനല്ല, എനിക്ക് തെറ്റ് പറ്റുകയില്ല, ഞാൻ നുണ പറയുകയില്ല. അതാണ് കർത്താവ് നിങ്ങൾക്ക് തരുന്ന ഒരു വേർഡ്. ഓക്കെ, ഒരു പ്രോമിസ് നിങ്ങൾക്ക് തരുന്ന. എനിക്ക് തെറ്റ് പറ്റിയിട്ടില്ല, ബട്ട് യു ഹാവ് ടു റെക്ടിഫൈ whatever happened in your life. You have to rectify through sacrifice and prayer, through fasting and intercessory prayer. ഈ 4 കാര്യങ്ങൾ കർത്താവ് പറയുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങളത് ചെയ്യാനായിട്ട് തീരുമാനിക്കുക. പിന്നെ ഒരു വിഷമം കർത്താവ് എനിക്ക് കാണിച്ചു തന്നത്, ഞാൻ ഈ കണ്ട കാശും മുടക്കി സമയവും ചെലവഴിച്ച് സമയമില്ലാത്ത സമയം ഉണ്ടാക്കി ഞാൻ ഈ ധ്യാനകേന്ദ്രങ്ങളിൽ കൂടെയും പ്രാർത്ഥനാലയങ്ങളിൽ കൂടെ എല്ലാം നടന്നിട്ട് ഒരാൾ പോലും എന്നെ സഹായിച്ചില്ലല്ലോ. ഇവരൊക്കെ എന്ത് പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കുന്നത്, എല്ലാവർക്കും അനുഭവം കിട്ടുന്നുണ്ട്, എനിക്ക് മാത്രം ഒന്നും കിട്ടിയില്ല. പലരും സാക്ഷ്യം പറഞ്ഞ് അങ്ങനെ പേര് കേട്ട സ്ഥലത്തും പേര് കേട്ട ആൾക്കാരുടെയൊക്കെ അടുത്താണ് പോയത്, എന്നിട്ട് എനിക്കൊന്നും കിട്ടിയില്ലല്ലോ ദൈവമേ, എന്താണ്, എവിടെയാണ് എന്നൊക്കെ ഉള്ള ഒരു ചിന്ത നിങ്ങളെ ഒത്തിരി അലട്ടിയിട്ടുണ്ടായിരുന്നു. കറക്റ്റാണോ? ആ, നിങ്ങൾ 10ഓളം ധ്യാനകേന്ദ്രത്തിൽ പോയി, എല്ലാവരും പറഞ്ഞ നിങ്ങൾക്ക് ഒരു മെസ്സേജും എനിക്ക് കിട്ടുന്നില്ല അല്ലേ? അങ്ങനെ പറഞ്ഞോ ആരെങ്കിലും? പറയുന്ന മെസ്സേജ് എനിക്ക് അത് കൺവിൻസിങ് അല്ലായിരുന്നു. അതെങ്ങനെ ഉപേക്ഷിച്ച് പോകാനും വേറെ ലൈഫ് തിരഞ്ഞെടുക്കാനും അങ്ങനെയൊക്കെയാണ്. അതായത് വേറെ ഒരു മനുഷ്യനെ കല്യാണം കഴിച്ചോളാൻ, അങ്ങനെയൊക്കെ പറഞ്ഞല്ലേ? അല്ലെങ്കിൽ പിള്ളേരെ വളർത്തി തന്നെ ജീവിക്കുക, കല്യാണം കഴിക്കാലോ, അങ്ങനത്തെയൊക്കെ ഓപ്ഷൻസ് ആണ് എനിക്ക് തന്നത്. അത് ദൈവത്തിന്റെ ഓപ്ഷൻ ആണെന്ന് നിങ്ങൾക്ക് തോന്നിയോ? അങ്ങനെ പറയുകയാണെങ്കിൽ ദൈവത്തിന് ഈ അവസ്ഥയിൽ നിന്ന് നിങ്ങളെ ഒരിക്കലും കരകയറ്റാൻ പറ്റില്ല എന്നുള്ള ഒരു തലത്തിൽ നിന്നുകൊണ്ടല്ലേ അവര് സംസാരിച്ചത്. നിങ്ങൾക്ക് അങ്ങനെ ബോധ്യമുണ്ടോ ദൈവത്തിന് ഈ അവസ്ഥയിൽ നിന്ന് എന്നെ കരകയറ്റാൻ പറ്റില്ല എന്ന്? ഇല്ല, അങ്ങനെയില്ല. ദൈവനെ ഇതിൽ നിന്ന് കരകയറ്റും, ഞങ്ങള് ഒരുമിപ്പിക്കും എന്നുള്ള ഇതാണ് എന്റെ മനസ്സിൽ വിശ്വാസം. തീർച്ചയായിട്ടും. അപ്പം കണ്ണടച്ചിരുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ കുത്തി തുറക്കപ്പെട്ട വിലാവിൽ നിന്നിറങ്ങിയ രക്തം ഈ മക്കളെ ഞാനിപ്പോൾ ഈ മക്കളെ കഴുകുന്നു. ഭർത്താവ് വളരെ ദൂരത്തിലാണ് ഉള്ളത്, വേറൊരു കുടുംബത്താണ് ഇപ്പോൾ ഉള്ളത്, വേറൊരു കല്യാണം കഴിച്ച് നിങ്ങളുടെ കൂട്ടുകാരിയുടെ ഭർത്താവും അവരെ വിട്ടിട്ട് പോയത് ഈ മനുഷ്യനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെന്നുള്ള ബോധ്യത്തിലാണോ? അത് നിങ്ങളോട് പറഞ്ഞോ? അവരും നിങ്ങളുമായിട്ട്, ആ കൂട്ടുകാരിയുടെ ഭർത്താവ് നിങ്ങളുമായിട്ട് എങ്ങനെയാ ബന്ധം? ഇപ്പൊ ഒരു കോണ്ടാക്റ്റും ഇല്ല. നേരത്തെ വിളിച്ചിട്ട് പറയണം, ഞാൻ വിചാരിച്ചാൽ ഇത് ശരിയാവൂന്ന് പറഞ്ഞിട്ട് എന്നെ എപ്പോഴും വിളിക്കുമായിരുന്നു. പാപം. അദ്ദേഹം എന്നിട്ട് ഇപ്പോ പിന്നെ വേറെ ഇതിലേക്ക് പോയോ? ഇല്ലല്ലേ, അയാള് കല്യാണം കഴിക്കാണ്ട് അവിടെ നിൽക്കുന്നുണ്ടല്ലേ? കല്യാണം കഴിക്കാതെ ഒറ്റയ്ക്ക് ജീവിക്കുന്നുണ്ട്. പാവം. ജോലിയുണ്ടോ? ജോലി ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇതൊരു വലിയ, നിങ്ങളെ കൊണ്ട് മാത്രമേ ചിലപ്പോൾ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയത്തുള്ളൂ.
നിങ്ങൾ എൻ്റെ ഈ പ്രോഗ്രാം കണ്ടെന്ന് പറയുന്നത് എൻ്റെ ഒരേ ഒരു വീഡിയോ കണ്ടിട്ടാണ്. അതായത് കൗൺസിലിംഗ് എന്നും കണ്ട് പറഞ്ഞ വീഡിയോ അന്ന് നമ്മൾ അതെ അപ്പോയിൻമെന്റ് എടുക്കാൻ വേണ്ടി സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു അല്ലേ? അപ്പൊ ആ അതെ ഒരു അതെ വീഡിയോയിൽ കൂടെ ദൈവം നിങ്ങളോട് സംസാരിച്ചല്ലോ, ഇങ്ങനെ ഒരാളുണ്ട്, കൗൺസിലിംഗ് ചെയ്യുന്ന ആളാണ്, അവരിൽ കൂടെ ചിലപ്പം എൻ്റെ പ്രശ്നം മാറും. ഈ ഒരു ഉൾവിളിയോടെയാണ് നിങ്ങൾ എന്നെ സമീപിക്കാൻ കാരണം അല്ലേ? അതെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീസസ്, ജീസസ്, പരിശുദ്ധാത്മാവേ, ഈ മകളുടെ വേദനയെ എല്ലാം എടുത്തു മാറ്റണ കർത്താവേ. 2, 3, 4 കുടുംബങ്ങളുടെ പ്രായമുള്ള അമ്മയും അപ്പാപ്പനും ഈ കുഞ്ഞുങ്ങളെ നോക്കുന്നു. അവർക്ക് ഈ സമയത്ത് ഭാരപ്പെട്ട ഉത്തരവാദിത്വം മകൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ടും അതുപോലെ തന്നെ മകളുടെ കുട്ടികളെ കൊണ്ടും എല്ലാം ഉണ്ടായിരിക്കുന്നു. എൻ്റെ പൊന്നു തമ്പുരാനെ, ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ അങ്ങേക്ക് ഒരാൾക്കേ കഴിയുള്ളൂ. അങ്ങേക്ക് ഒരു ദൈവത്തിനേ കഴിയുള്ളൂ, വേറെ ഒരു ദൈവങ്ങൾക്കും കഴിയില്ല. അങ്ങനെ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. കർത്താവേ, അങ്ങയുടെ കുത്തിത്തുറക്കപ്പെട്ട പിലാവിൽ നിറങ്ങിയ രക്തം ഈ മക്കളെ ഇപ്പോൾ വിശുദ്ധീകരിക്കണമേ. ചിന്തകളെ വിശുദ്ധീകരിക്കണം, പ്രവർത്തനങ്ങളെ വിശദീകരിക്കണം, ഈ മാരേജിനെ വിശദീകരിക്കണം. കർത്താവെ, അങ്ങ് ഇവരെ കൂട്ടിച്ചേർത്ത് തെറ്റുപറ്റിയില്ലെന്നുള്ളത് ഞങ്ങളെല്ലാവരും വിശ്വസിക്കുന്നു. കർത്താവെ, പൈശാചിക ശക്തികൾ ഈ മകളുടെ മേളിൽ, മകൻ്റെ മേളിൽ ഭാര്യ ഭർത്താവിൻ്റെ മേളിൽ വന്നിരിക്കുന്ന വിവാഹത്തെ തകർക്കുക എന്നുള്ളത് ഈ കാലഘട്ടത്തിൻ്റെ ഭാര്യനെയും ഭർത്താവിനെ സെപ്പറേറ്റ് ആക്കുക, കുടുംബങ്ങളെ തകർത്ത് കളയുക, ചിതറിച്ച് കളയുക, ഇങ്ങനെയുള്ള ഒരു അരൂപി ഇപ്പം ക്രിസ്തീയ കുടുംബങ്ങളിൽ നടമാടുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഈശോയെ. അതുകൊണ്ട് തന്നെ അങ്ങ് ഈ കാര്യത്തിൽ ഇടപെട്ട് ഇതിന് എതിരായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാ ദുഷ്ട അരൂപികളോടും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, വിട്ടുമാറിപ്പോവുക. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ കുടുംബങ്ങളെ ശിഥിലീകരിക്കാൻ, പ്രത്യേകിച്ച് ഈ മക്കളുടെ ഭാര്യയും ഭർത്താവിൻ്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഈ മകളുടെ കുടുംബത്തിൽ നടന്നിരിക്കുന്ന ഈ ശിഥിലീകരണത്തിന് കർത്താവെ, ഇപ്പോൾ തന്നെ അങ്ങ് അത് എടുത്ത് മാറ്റി ആ മകന് തിരിച്ചുവരവിൻ്റെ അരൂപിയെ ഇപ്പോൾ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ, ഇപ്പോൾ തന്നെ അത് അങ്ങനെ തന്നെ സംഭവിക്കുമാറാകട്ടെ എന്ന് ഞാൻ അപേക്ഷിക്കുന്ന കർത്താവെ. ഈ തിരുരക്തം, ഈശോയുടെ നാമവും തിരുരക്തവുമാണ് ഞങ്ങൾക്ക് വിടുതലിനായി തന്നിട്ടുള്ളത്. യേശുവെന്ന നാമം എല്ലാ മുഴങ്കാലും മടങ്ങുന്ന നാമം. ഈ മകളുടെ മുഴങ്കാലും യേശുവെന്ന നാമത്തിൻ്റെ മുൻപിൽ ഇപ്പോൾ മുട്ടുമടക്കാനായിട്ട് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു. അതങ്ങനെ ചെയ്യുമാറാകണമേ. ഈ മകളെ അടുത്ത് വരുന്ന 11 ദിവസത്തിനകം കോണ്ടാക്ട് ചെയ്യാനായിട്ട് കർത്താവെ അങ്ങ് ഇടയാക്കണമേ. അങ്ങനെയെങ്കിൽ ദൈവകരുണയുടെ അപ്പോസ്തലയായിട്ട് ഈ മകള് മാറും. ഇവളായിരിക്കുന്ന വർക്ക് ചെയ്യുന്ന ദേശത്തുള്ള ആൾക്കാരെ ധാരാളം പേരെ ചെറിയ ലീഫ്ലെറ്റ് കൊടുത്തുകൊണ്ടോ, ഇപ്പം കരുണയുടെ പെരുന്നാളാണ് വരുന്നത്, അതിന് ഇവളുടെ കൂട്ടുകാരത്തിലോ കുടുംബത്തിലോ പ്രയർ ഗ്രൂപ്പിലോ ഒക്കെ ഇവള് മറ്റുള്ളവരെ അറിയിച്ചുകൊണ്ട് കർത്താവെ, ഒരു അപ്പോസ്തല, ഒരു കരുണയുടെ പ്രചരിപ്പിക്കുന്ന ഒരു വ്യക്തിയായിട്ട് അവരുടെ രീതിയിൽ അവർക്ക് പറ്റുന്ന കണക്ക്, ഞാൻ ആൾക്കാരെ കയറി ക്ലാസ് പറയുന്ന കണക്കല്ല, അവർക്ക് പറ്റുന്ന കണക്ക് ചെയ്യാമെന്ന ഒരു വാഗ്ദാനം ഇവൾ എടുക്കുന്നു. ഇവൾക്ക് ഞാനതൊരു സാക്ഷിയായിട്ടിരിക്കുന്നു. ഇവളുടെ ഹൃദയത്തിൽ അങ്ങോട്ട് ഇപ്പം സംസാരിച്ച അതേ കർത്താവ്, ഞാൻ അങ്ങനെ തന്നെ ചെയ്യും, അങ്ങനെ ചെയ്തോളാം, നീ അടിയറോ പറയുന്നുണ്ടല്ലോ അല്ലേ? കർത്താവിൻ്റെ മുന്നിൽ പറഞ്ഞല്ലോ അല്ലേ? ഹല്ലേലൂയ കർത്താവെ, സറണ്ടർ ചെയ്തിട്ടുണ്ട് കർത്താവെ. ഞാൻ എൻ്റെ കരത്തെ ഈ മക്കളുടെ നേരെ നീട്ടുന്നു, ഭാര്യയും ഭർത്താവിൻ്റെ നേരെ നീട്ടുന്നു കർത്താവേ. അങ്ങ് യോജിപ്പിച്ചതിനെ പിശാചോ മനുഷ്യനോ ദുഷ്ടാരൂപികളോ ലൂസിഫറോ ആരും വിയോജിപ്പിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങ് അനുഗ്രഹിച്ചതാണ്, പുരോഹിതന്മാരെ അനുഗ്രഹിച്ചതാണ്. പക്ഷെ ഇപ്പോൾ ഞാനത് ഐ ഡിക്രീ ആൻഡ് ഐ ഡിക്ലെയർ ദിസ് 2 people, പേര് ഞാൻ പറയുന്നില്ല ഈശോയെ, ഫോർ ദ പ്രൈവസി സേക്ക്, ഈ മക്കളെ അങ്ങ് വീണ്ടും കൂട്ടി യോജിപ്പിക്കണേ. കുടുംബ ജീവിതം കൊടുത്ത് സന്തോഷമായിട്ടുള്ള സമാധാനമായിട്ടുള്ള ജീവിതം കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പം മേത്ത് കൂടെ കറണ്ട് പോകുന്നതായിട്ടൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഒരു വൈബ്രേഷൻ കാലെ കൂടെ വന്നായിരുന്നു അല്ലേ? അതാണല്ലോ തരിപ്പാണല്ലോ നമ്മള് കറണ്ട്, ഒരു പൾസേഷൻ അല്ലേ? ഹല്ലേലൂയ കർത്താവേ, ഹല്ലേലൂയ, കടന്നു വരണമേ യേശുവേ. ഈ 2 മക്കളെ കൂട്ടി യോജിപ്പിക്കണേ. ഈ സംസാരിക്കുന്നതെല്ലാം അങ്ങ് കാണുന്നുണ്ട്. ഇവളെ കൗൺസിലിംഗ് ചെയ്ത ആളിനെ, വർഷങ്ങൾക്ക് മുൻപ് കൗൺസിൽ ചെയ്ത ആളിനെ അങ്ങ് കണ്ടിരിക്കുന്നെങ്കിൽ ഇപ്പോൾ ഞാനും ഇവളുടെ ഭർത്താവിൻ്റെ പേരും അങ്ങേക്കറിയാം, ഇവളുടെ പേരും അറിയാം, എൻ്റെ പേരും അങ്ങേക്കറിയാം. അതുകൊണ്ട് ഞാൻ ഇവരെ 2 പേരെയും ആ പള്ളിയിൽ വെച്ച് വിവാഹം കഴിപ്പിച്ചെന്ന കണക്ക് കർത്താവെ, താലി കെട്ടിയ സമയം
അതിനുശേഷം നടന്ന കർമ്മങ്ങൾ, കൈ പരസ്പരം കോർത്തത്, വെഞ്ചരിച്ചത്, ഇതെല്ലാം ഇപ്പോൾ അങ്ങ് വീണ്ടും ചെയ്യണം. അങ്ങ് ചെയ്യണം ഈശോയെ. ദൈവകാരുണ്യം ഈശോ ചെയ്യണേ. വേറെ ആരും ചെയ്യേണ്ട. ഇപ്പം അച്ഛന്മാരില്ല, എനിക്കിപ്പോൾ അവളുടെ അടുത്തേക്ക് പോകാൻ പറ്റില്ല. അങ്ങ് തരുന്ന മെസ്സേജുകൾ ഞാൻ കേൾക്കുന്നു, കാണുന്നു, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഈ നിമിഷം ഈ മകളുടെ കൈ അങ്ങ് ഏറ്റെടുത്ത് പിടിച്ച് മറ്റേ ഭർത്താവിൻ്റെ കയ്യിൽ കൊടുക്കണേ. ആമാര് തന്നെ ഭർത്താവിൻ്റെ കൈ ഈ മകളുടെ കയ്യിൽ കൊടുക്കണമേ. രണ്ടുപേരും ഇപ്പോൾ നിങ്ങൾ ഇമാജിനറി ആയിട്ട് വിഷ്വലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഭർത്താവിനോട് നിങ്ങൾ എങ്ങനെയാണ് വിളിക്കുന്നത്? ഞാൻ സ്നേഹിക്കുന്നു, കം ബാക്ക് ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് എന്ന് നിങ്ങൾ പറയുക. ഉറക്കെ പറഞ്ഞോളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ആ പേര് പറയണ്ട. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞു. ഹല്ലേ ഹല്ലേ ഹല്ലേ. കർത്താവ്, യെസ്, അങ്ങനെ തന്നെ കർത്താവ് ചെയ്യും എന്ന് പറയുന്നു. നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ ഒരു ഹെവിനെസ് തോന്നുന്നുണ്ടായോ? അത് കഴിഞ്ഞ് എനിക്ക് അങ്ങനെ മെസ്സേജ് കിട്ടിയില്ല. കയ്യിൽ ഒരു ഹെവിനെസ് തോന്നുന്നുണ്ടെന്നുള്ളതാണ് എനിക്ക് കിട്ടിയത്. ഏത് കൈയാന്ന് ഇപ്പം നിങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. ആ ഒരു ഹെവിനെസ് കർത്താവ് പറയുന്നത്, ഈ ഭർത്താവിൻ്റെ കൈ ഞാൻ ഭർത്താവിനെ നിന്റെ കയ്യിൽ ഞാൻ ഏൽപ്പിക്കുന്നു എന്നാണ് കർത്താവ് പറയുന്നത്. ഓക്കെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീസസ്, 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 ജീസസ്. പരിശുദ്ധാത്മാവേ കടന്നു വരണമേ. കർത്താവെ കടന്നു വരണമേ. ഞാൻ ഇപ്പോഴത്തെ ഇനിയുള്ള കർമ്മങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കാൻ ആഗ്രഹിക്കുന്ന കർത്താവെ, കൗൺസിലിംഗ് ഞാൻ ഇവിടെ ഇപ്പോൾ നിർത്തുകയാണ്. കർത്താവെ, ഈ സമയം മുഴുവനും അങ്ങ് ഞങ്ങളോട് കൂടി ഇരുന്ന്, പ്രത്യേകിച്ച് എന്നോട് കൂടെ ഇരുന്ന് ഈ മകൾക്ക് വിശ്വാസം വർദ്ധിപ്പിക്കുന്ന അനുഭവമുള്ള ഒരു കൗൺസിലിംഗ് ആക്കിയിട്ട് അങ്ങ് ഇത് ചെയ്യുമെന്നുള്ള വിശ്വാസത്തിലേക്ക് തിരികെ ഈ ഭർത്താവിനെ കൊണ്ടുവന്ന് കൊടുക്കുമെന്നുള്ള വിശ്വാസത്തിലേക്ക് ഈ മകളെ ഞാൻ, എൻ്റെ ഹൃദയത്തിൽ വേറെ ഏതോ മെസ്സേജ് ദൈവം തരുന്നുണ്ട്. അത് കേൾക്കാനായിട്ട് ഞാൻ ഇരിക്കുകയാണ്. അതാണ് ഈ മൂളുന്നത്. ഹല്ലേലൂയ. വിശ്വാസത്തിലേക്ക് ഈ മകളെ കടത്തിക്കൊണ്ടതിനാൽ നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീസസ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. നിങ്ങൾ രണ്ടുപേരും അയാളുടെ കൈ എടുത്ത് നിങ്ങളുടെ കയ്യിൽ പിടിക്കുക. ആളെടുത്തില്ല, അത് വിഷ്വലൈസ് ചെയ്തുകൊണ്ട് പിടിക്കേണ്ടതാണ്. ഞാൻ ഈ ഇതിനെ അനുഗ്രഹിക്കുകയാണ് നിങ്ങളെ രണ്ടുപേരെയും, ഭാര്യയും ഭർത്താവുമായിട്ട്. നിങ്ങൾ ഇപ്പോഴും ദൈവസന്നിധിയിൽ ഭാര്യയും ഭർത്താവും തന്നെയാണ്. ഫിസിക്കലി നിങ്ങൾ ഡിപ്പാർട്ടഡാണ്, ഇമോഷണലി നിങ്ങൾ വേറെ സ്ഥലത്താണ്. പക്ഷേ ദൈവത്തിൻ്റെ മുന്നിൽ നിങ്ങൾ ഇപ്പോഴും ഭാര്യ ഭർത്താവുമാണ്. അത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടല്ലോ അല്ലേ അച്ഛേ? അല്ലേ? കഴിയുന്നുണ്ടല്ലോ അല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, ഈ മക്കളുടെ വിവാഹം ഞാൻ വീണ്ടും ഈ ഭൂമിയിൽ തന്നെ, സ്വർഗത്തിലല്ല കർത്താവെ, വീണ്ടും ഭർത്താവും ഭാര്യയുമായിട്ട് പ്രഖ്യാപിക്കുന്നു അങ്ങയുടെ നാമത്തിൽ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ വിലയേറിയ നാമത്തിൽ ഞാൻ പ്രഖ്യാപിക്കുന്നു, ഈ രണ്ട് മക്കള്, ലേഡി ആൻഡ് മാൻ, they are husband and wife in the mighty name of the Lord Jesus Christ. Be blessed, stay blessed. Satan, ഈ മക്കള് രണ്ടുപേരും കർത്താവിൻ്റെ രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കപ്പെട്ടവനാണ്. അവരുടെ വിവാഹം വിശുദ്ധീകരിക്കപ്പെട്ടതാണ്. സാത്താനെ, നിനക്ക് ഈ മക്കളുടെ വിവാഹത്തിൻ്റെ മേളിലോ ഈ മക്കളുടെ ആത്മാക്കളുടെ മേളിലോ ഇവരുടെ കുഞ്ഞുങ്ങളുടെ ആത്മാക്കളുടെ മേളിലോ യാതൊരു കൺട്രോളും ഇല്ല, അവരാധിപത്യവും ഇല്ല. മാറിപ്പോവുക, ഇവരുടെ ഭാഗത്തു നിന്ന് ഈ നിമിഷം മാറിപ്പോവുക. കർത്താവിൻ്റെ വചനം വീണ്ടും പറയുന്നു, 11 ദിവസത്തിനകം അയാൾ കോണ്ടാക്ട് ചെയ്യും. അത് നിങ്ങൾ വിശ്വസിച്ച് ഏറ്റെടുക്കുക. ഓക്കെ. ഹല്ലേലൂയ. നമുക്ക് ദൈവത്തിനൊന്ന് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, ഇത്രയും മണിക്കൂർ നമ്മുടെ കൂടെ ഈശോ ഇരുന്നതിനെ ഓർത്ത്, 1 മണിക്കൂറോളം ഞങ്ങൾ ഇരിക്കുന്നുണ്ടായി. കർത്താവെ, ഇത്ര നേരം ഇരുന്നതിനെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അങ്ങ് കടന്നു വരണമേ. യേശുവെ കടന്നു വരണമേ. യേശുവെ കടന്നു വരണമേ. യേശുവെ കടന്നു വരണമേ. 1 മണിക്കൂറല്ല, 3/4 മണിക്കൂർ എടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ കടന്നു വരണമേ. ഈ സമയം അത്രയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് നിഗൂഢമായവ വെളിപ്പെടുത്തി എനിക്ക് തന്നതിനാലും, ഈ മകൾക്ക് കൺവിൻസിങ് ആയിട്ട് ഈ ഒരു കൗൺസിലിംഗ് ടൈം അങ്ങ് വെളിപ്പെടുത്തി കൊടുത്തതിനാലും അങ്ങേക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, ആരാധന, മഹത്വം, മഹത്വം, മഹത്വം. കർത്താവേ, ഈ വീടിൻ്റെ ഓരോ മുക്കിലും മൂലയിലും അങ്ങയുടെ അരുവിയെ കൊണ്ട് അങ്ങ് നിറയ്ക്കണമേ. വിശുദ്ധ മിഖായേലെ, ഈ എൻ്റെ മുറിയിലും, ഇപ്പം ഞാനിരിക്കുന്ന എൻ്റെ ബെഡ്റൂമിലും, ഈ എൻ്റെ വീട്ടിലും, മറ്റുള്ള ഞങ്ങളുടെ എല്ലാ വീടുകളിലും, എല്ലാ ബെഡ്റൂമിലും, എല്ലാ നോക്ക് ആൻഡ് കോർണറിലും ഉള്ള എല്ലാ അന്ധകാര ശക്തികളോടും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, നിന്റെ അവകാശപ്പെട്ട സ്ഥലമല്ല ഇത്, ദൈവം എനിക്ക് തന്നിരിക്കുന്ന വീടാണ്. പിശാചേ, നീ ഒരു സ്ഥലത്തിരിക്കുന്നത് എനിക്കറിയുന്നുണ്ട്, പക്ഷെ നീ അവിടുന്ന് പോകണം.
അത് കർത്താവിൻ്റെ ഇഷ്ടമാണ്. കർത്താവിൻ്റെ ഇഷ്ടമാണ് എൻ്റെ മേൽ നടക്കുന്നത്, എൻ്റെ കുടുംബത്തിൻ്റെ മേലിൽ നടക്കുന്നത്. നീ കുറച്ച് ഈ സ്ഥലത്ത് നിന്ന് മാറി നിൽക്കേണ്ടതുണ്ട്. കർത്താവിൻ്റെ തിരരക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. എൻ്റെ ആത്മാവിൻ്റെ മേളിലോ എൻ്റെ ശരീരത്തിൻ്റെ മേളിലോ എൻ്റെ ചിന്തകളുടെയും എൻ്റെ ഇമോഷൻ്റെ മേളിലോ എൻ്റെ ഹസ്ബൻഡിൻ്റെയോ എൻ്റെ മകളുടെ മേളിലോ നിനക്ക് യാതൊരു അവകാശമില്ല എന്ന് ഞാൻ ഭൂമിയിലും സ്വർഗത്തിലും സ്വർഗാദി സ്വർഗങ്ങളിലും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ നാമത്താൽ പ്രഖ്യാപിക്കുന്നു. വിട്ടുമാറിപ്പോവുക. ജീസസ് മൈറ്റി നെയിം. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ത്രേകദൈവമേ, എസ്പെഷ്യലി പരിശുദ്ധാത്മാവെ, ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് ഇത്രയും കാര്യങ്ങൾ വെളിപ്പെടുത്തി തന്നുകൊണ്ടും ഈ മകൾക്ക് ഹൃദയത്തിനൊരു വലിയ വിടുതൽ ഇപ്പോൾ കൊടുത്തിരിക്കുന്നുണ്ട്. നന്ദി പറയുന്നു. എന്താണ് നിങ്ങൾക്കിപ്പോൾ തോന്നുന്നത്? അങ്ങനെ ആശ്വാസം തോന്നുന്നുണ്ട്. തോന്നുന്നുണ്ടോ? ഹൃദയത്തിൽ നിന്നൊരു ഭാരം ഒഴിഞ്ഞു പോയതുപോലെ. ഓക്കെ, അത് ദൈവത്തിൻ്റെ പ്രവർത്തനമാണ്. തീർച്ചയായിട്ടും ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. നിങ്ങളുടെ എല്ലാ മേഖലകളിലും കർത്താവ് പ്രവർത്തിക്കും. നിങ്ങൾക്ക് നല്ലൊരു ഭാവി വെച്ചിട്ടുണ്ട്. നിങ്ങൾ സന്തോഷത്തിൽ നിങ്ങൾ ഈ ലോകത്തിൽ നിന്ന് നിങ്ങൾ പിരിഞ്ഞു പോകുള്ളൂ. അതിന് ഇനിയും വർഷങ്ങൾ. ഇപ്പം നിങ്ങൾ ചെറിയ പ്രായമല്ലേ, അപ്പം ഇഷ്ടംപോലെ സമയങ്ങളുണ്ട്. കർത്താവ് തിരിച്ചു വരും. അപ്പോൾ നിങ്ങൾ ഞാൻ ഇനിയും കുറച്ച് ശുശ്രൂഷ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ 21 ഡേയ്സിൽ ഒരു മുടക്കം കൂടാണ്ട് ചെയ്തിരിക്കണം. ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ ഒരു കാര്യത്തിന് എനിക്ക് ഒരു ഗ്യാരണ്ടിയും ഇല്ല. ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചില്ലേ അത് ഞാൻ കർത്താവിനോട് ചോദിച്ചോളാം. എന്നോട് ചോദിക്കാൻ നിൽക്കണ്ട, ഞാനല്ല ഇതൊന്നും പറഞ്ഞത്. എന്നോട് ചോദിക്കാൻ നിൽക്കണ്ട, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞായിരുന്നോ? അപ്പം അതുകൊണ്ട് നിങ്ങൾ ആ ശുശ്രൂഷ ഞാൻ സമയം പോലെ നല്ലതായിട്ട് ചെയ്തു തരാം. അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒരു പേപ്പർ എഴുതി വെച്ചാൽ ഞാൻ അതിനകത്ത് നിങ്ങൾ ഇനിയുള്ള ഇന്ന് തുടങ്ങണ്ട, അടുത്ത ഒരു പുതിയ ഡേ തുടങ്ങി അതിന് മുന്നേ ചില കുർബാനയ്ക്ക് പോകാനുണ്ട്. കുറച്ച് കുർബാന പൈസ കൊടുത്ത് നിങ്ങൾ അവിടെയുള്ള ഇംഗ്ലീഷ് അച്ഛന്മാരുണ്ടെന്നല്ലേ, ഇംഗ്ലീഷ് പള്ളി ഉണ്ടെന്നല്ലേ പറഞ്ഞു. അപ്പോൾ അവിടെ പോയി നിങ്ങളൊരു 7 കുർബാനയ്ക്ക് പൈസ കൊടുത്തേക്കണേ. ഇപ്പം ഉടനെ കൊടുക്കണ്ട, നിങ്ങളുടെ സൗകര്യം പോലെ 7 കുർബാന ചെല്ലാനായിട്ടുള്ളത് കൊടുത്താൽ മതി. ഇപ്പം ഇന്ന് തന്നെ കൊടുത്തിട്ട് ചെയ്യണമെന്നില്ല. ആ ഒരു തീരുമാനം നിങ്ങൾ ഹൃദയത്തിൽ എടുത്തിട്ട് അങ്ങ് തുടങ്ങിക്കോളൂ. പക്ഷെ അത് ചെയ്തിരിക്കണം കേട്ടോ. കാരണം വിശുദ്ധ കുർബാനയാണ് ഈ ഭൂമുഖത്തിലുള്ള ഏറ്റവും വലിയ പ്രാർത്ഥന. അത് അറിയാവോ? ബാക്കി എല്ലാ പ്രാർത്ഥനകളും മനുഷ്യന്മാർ ഇപ്പൊ കർത്താവിന്റെ പിന്നെ സർവ്വസ്വനായ പിതാവെ ഒഴിച്ചാൽ ബാക്കി എല്ലാ ഒന്നെങ്കിൽ ഈശോ ഇപ്പൊ ഫൗസ്തീനാവിക്ക് പറഞ്ഞു കൊടുത്ത നമുക്ക് പ്രാർത്ഥന, അല്ലെങ്കിൽ വേറെ മാതാവ് പറഞ്ഞു കൊടുത്തുള്ള അങ്ങനെ കുറെ പ്രാർത്ഥനകളുണ്ട്. അല്ലെ നമ്മൾ തന്നെ ഉണ്ടാക്കി, പാപ്പാമാരുണ്ടാക്കി, അങ്ങനെയുള്ളതല്ല. ഈ വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ ഏറ്റവും ശക്തിയേറിയ പ്രാർത്ഥന വിശുദ്ധ കുർബാനയാണ്. മനസ്സിലായോ പറഞ്ഞത്? അപ്പോൾ വിശുദ്ധ കുർബാനയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. അപ്പോൾ ആൾക്കാരോട് പറയും കുർബാന പൈസ കൊടുത്ത് ചെല്ലണോ, ഞാൻ തന്നെ പോയാൽ മതി. ഈ മലയാളികൾ എന്തുമാത്രം പിശുക്കന്മാരാണ്. അവർക്ക് കാര്യം നടക്കണം, പക്ഷേ അവർക്ക് അതിൽ ഒരു പൈസ ഉൾക്കൊള്ളിക്കാൻ കൊടുക്കുന്ന ആൾക്കാരുണ്ട്, ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. നല്ലോണം ജോലി ചെയ്ത് കിട്ടുന്നതിൻ്റെ നല്ലൊരു ശതമാനം ഇങ്ങനെ മനുഷ്യന്മാർക്ക് കൊടുത്തോണ്ടിരിക്കുന്ന ആൾക്കാർ ഉണ്ട്, ഇല്ലാഴികയൊന്നുമില്ല. 1 2 3 പേരെയൊക്കെ ഞാനും അറിയും. പക്ഷേ അവർ പറയണ ജോസ്ഫിന പ്രാർത്ഥിക്കുന്ന ആളാ, എന്നാൽ പിന്നെ ഒന്നും ചെയ്യണ്ടല്ലോ എന്ന്. എന്തോ ഒരു കഷ്ടമാണെന്ന് പറയും. എനിക്കിപ്പോൾ എന്ത് ചെയ്താലും ചെയ്തില്ലേലും നിങ്ങൾ ആരും തന്നില്ലേലും ഞാൻ അവസാനം ശ്വാസം എടുക്കുന്നവരെയും ദൈവം തമ്പുരാൻ എന്നെ കരുതിയിട്ടുണ്ട്. അതോർത്ത് ആരും പേടിക്കേണ്ട കാര്യം. മനസ്സിലായല്ലോ? അപ്പൊ എന്നാ നമുക്ക് മറ്റ് ശുശ്രൂഷയിലോട്ട് കടക്കാനോ? ഇപ്പം കൗൺസിലിംഗ് കഴിഞ്ഞിട്ട് ഇപ്പൊ സമാധാനമുണ്ട്. തീർച്ചയായിട്ടും ദൈവം ഈ കാര്യം നടത്തി തരും എന്നുള്ള പൂർണ്ണ ബോധ്യത്തിലാണല്ലോ അല്ലേ? അപ്പൊ നമുക്ക് മറ്റുള്ള കർമ്മങ്ങളിലോട്ട് കടക്കാം കേട്ടോ. നന്ദി യേശുവേ.